സപ്പോർട്ടിനടുത്ത് ലഭിക്കുന്നതും വരും സമയങ്ങളിൽ മികച്ച പെർഫോമൻസ് നടത്താൻ ശേഷിയുള്ളതുമായ NBFC സെക്ടറിലെ രണ്ട് സ്റ്റോക്കുകളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് ബജാജ് ഫിനാൻസ് ഇന്ന് 1.9% ഉയർന്ന് 6585 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. സ്റ്റോക്ക് കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് 1% കറക്റ്റായി. സ്റ്റോക്കിൻ്റെ 52 വീക്ക് ലോ 6187, 52 വീക്ക് ലോയ്ക്കടുത്ത് ബജാജ് ഫിനാൻസ് ലിമിറ്റഡ് എന്ന സ്റ്റോക്ക് ഇപ്പോൾ ലഭിക്കുന്നു. ഇന്ന് ബജാജ് ഫിനാൻസുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന ഒരു പ്രധാന അപ്ഡേറ്റാണ് 2025 സെപ്റ്റംബർ മാസത്തിൽ വരാൻ പോകുന്ന ബജാജ് ഹൗസിംഗ് ഫിനാൻസിൻ്റെ IPO സൈസ് ബജാജ് ഗ്രൂപ്പ് കുറയ്ക്കാൻ തീരുമാനിച്ചു എന്ന അപ്ഡേറ്റ്. മുമ്പ് ലഭ്യമായ കണക്കുകൾ പ്രകാരം 7000 കോടി രൂപയുടെ IPO ആയിരുന്നു ബജാജ് ഹൗസിംഗ് ഫിനാൻസ് പ്ലാൻ ചെയ്തത്. എന്നാൽ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പ്രകാരം IPO സൈസ് 6300 കോടിക്കും 6600 കോടിക്കും ഇടയിലേക്ക് ചുരുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇമ്പാക്റ്റ് ഇന്നത്തെ ദിവസം ബജാജ് ഫിനാൻസ് എന്ന സ്റ്റോക്കിൽ കാണാൻ സാധിച്ചു. ബജാജ് ഫിനാൻസുമായി ബന്ധപ്പെട്ട് 2 ദിവസം മുമ്പേ വന്ന മറ്റൊരു പ്രധാന അപ്ഡേറ്റാണ് ബജാജ് ഫിനാൻസ് എന്ന കമ്പനി $500 മില്യൺ ഫണ്ട് റേസ് ചെയ്യാൻ തീരുമാനിച്ചു എന്നുള്ളൊരു അപ്ഡേറ്റ്. ഇവിടെ ഓഫ് ഷോർ വഴി അല്ലെങ്കിൽ ഫോറിൻ ബാങ്കുകളിൽ നിന്നായിരിക്കും ബജാജ് ഫിനാൻസ് എന്ന കമ്പനി $500 മില്യൺ ഫണ്ട് റേസ് ചെയ്യുക. മറ്റ് പ്രമുഖ NBFC സെക്ടറിലെ കമ്പനികളായ മുത്തൂറ്റ് ഫിനാൻസ്, മണപ്പുറം ഫിനാൻസ്, പിരാമൽ എൻ്റർപ്രൈസസ് പോലുള്ള കമ്പനികൾ റീസെൻ്റ്ലി ഓഫ് ഷോറിൽ നിന്നും ഫണ്ട് റേസ് ചെയ്തിരുന്നു. ഇതേ പാതയിലേക്കാണ് ബജാജ് ഫിനാൻസ് നീങ്ങുന്നത്. ബജാജ് ഫിനാൻസ് പ്രമുഖ 4 ഇൻ്റർനാഷണൽ ബാങ്കുകളിൽ നിന്നും ഫണ്ട് റേസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള നെഗോഷിയേഷനിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് പുറത്തു വരുമ്പോഴും ബജാജ് ഫിനാൻസ് എന്ന സ്റ്റോക്കിൽ ഒരു ബൈയിങ് മൊമെൻറ്റം പ്രതീക്ഷിക്കാവുന്നതാണ്. റീസെൻ്റ്ലി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ NBFC കമ്പനികളുടെ ബഫർ എമൗണ്ട് ഉയർത്താൻ നിർദ്ദേശിച്ചിരുന്നു. ഇവിടെ റിസ്കി ലെൻഡിങ്ങിനെ കേറ്റർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ബഫർ എമൗണ്ട് ഉയർത്താൻ തീരുമാനിച്ചത്. ഈ ബഫർ എമൗണ്ട് ഉയർത്തുന്നതിന് വേണ്ടിയാണ് ബജാജ് ഫിനാൻസ് ഉൾപ്പെടെയുള്ള കമ്പനികൾ ഓഫ് ഷോർ ബാങ്കുകളിൽ നിന്നും ഫണ്ട് റേസ് ചെയ്യുന്നത്. ക്വാർട്ടർലി റിസൾട്ടിൽ ബജാജ് ഫിനാൻസ് അത്ര മോശമല്ലാത്ത പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്നു. കമ്പനിയുടെ റവന്യൂ 12498 കോടിയിൽ നിന്നും 16099 കോടിയിലേക്ക് ഉയരുകയും നെറ്റ് പ്രോഫിറ്റ് 3158 കോടിയിൽ നിന്നും 3912 കോടിയിലേക്ക് മെച്ചപ്പെടുകയും ചെയ്തിരുന്നു. അതേസമയം നെറ്റ് NPA 0.34% നിന്നും 0.38% ഉയർന്നതും ഫിനാൻസ് മാർജിൻ 39% നിന്നും 34% ഇടിഞ്ഞതും ബജാജ് ഫിനാൻസ് എന്ന സ്റ്റോക്ക് പെർഫോമൻസ് ചെയ്യുന്നതിന് പിന്നിലെ ഒരു പ്രധാന കാരണമാണ്. സെപ്റ്റംബർ മാസത്തിൽ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് പ്രഖ്യാപിക്കുന്നതോടുകൂടി NBFC സെക്ടറിലെ സ്റ്റോക്കുകളിൽ ടെക്നിക്കലി ഒരു മൊമെൻറ്റവും പ്രതീക്ഷിക്കാം. ഈ പോയിന്റുകളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ബജാജ് ഫിനാൻസ് എന്ന ക്വാളിറ്റി സ്റ്റോക്കിന് സപ്പോർട്ട് പ്രൈസിനടുത്ത് അക്കുമുലേറ്റ് ചെയ്യാവുന്നതാണ്. 6585 എന്ന ലെവലിനടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു. 6400 സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ടും 6000 വളരെ പ്രധാനപ്പെട്ട സൈക്കോളജിക്കൽ സപ്പോർട്ടുമാണ്. 7500, 8000 തുടങ്ങിയവയാണ് ബജാജ് ഫിനാൻസിൻ്റെ പ്രധാന റെസിസ്റ്റൻസ്. രണ്ടാമത്തെ NBFC സെക്ടറിലെ സ്റ്റോക്കാണ് ജിയോ ഫിനാൻഷ്യൽ സർവീസ് ലിമിറ്റഡ്. ഇന്ന് ജിയോ ഫിനാൻഷ്യൽ 2.4% ഉയർന്ന് 327 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 2 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 131, 52 വീക്ക് ഹൈ 394, 52 വീക്ക് ലോ 202. ജിയോ ഫിനാൻഷ്യൽ സർവീസുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന ഏറ്റവും പ്രധാന അപ്ഡേറ്റാണ് വെൽത്ത് മാനേജ്മെൻറ്റ് ആൻഡ് പോർട്ട്ഫോളിയോ സർവീസിന് വേണ്ടി ജിയോ ഫിനാൻഷ്യൽ സർവീസ് ജിയോ ഫിനാൻസ് പ്ലാറ്റ്ഫോം ആൻഡ് സർവീസ് ലിമിറ്റഡ് എന്ന പേരിൽ ഒരു സബ്സിഡറി ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്നു എന്ന അപ്ഡേറ്റ്. ഈ പുതിയ സബ്സിഡറിയുടെ ഇൻകോർപ്പറേഷന് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് അപ്രൂവൽ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇത് ജിയോ ഫിനാൻഷ്യൽ സർവീസിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റാണ്. പുതിയ സബ്സിഡറിയിലേക്ക് ജിയോ ഫിനാൻഷ്യൽ സർവീസ് ഏകദേശം 10000 ഇക്വിറ്റി ഷെയറുകൾ 10 രൂപ ഫേസ് വാല്യൂ ഉള്ള 10000 ഇക്വിറ്റി ഷെയറുകൾ വാങ്ങുകയും ചെയ്തു. ജിയോ ഫിനാൻഷ്യൽ സർവീസിൻ്റെ പുതിയ വെൽത്ത് മാനേജ്മെൻറ്റ് ആൻഡ് പോർട്ട്ഫോളിയോ സർവീസിനെ ബ്ലാക്ക് റോക്ക് എന്ന പ്രമുഖ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി, അതായത് ഇൻ്റർനാഷണലി റെപ്യൂട്ടഡായ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൂടാതെ ജിയോ ഫിനാൻഷ്യൽ സർവീസ് എന്ന കമ്പനി വരും സമയങ്ങളിൽ ഡീസൻറ്റ് ഗ്രോത്തും അതുപോലെ തന്നെ മികച്ച പെർഫോമൻസും പ്രത്യേകിച്ചും ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഇംപ്രൂവ് ചെയ്യുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ മികച്ച പെർഫോമൻസും കാഴ്ചവെക്കും എന്നാണ് അനലിസ്റ്റുകളും വിശ്വസിക്കുന്നത്. ജിയോ ഫിനാൻഷ്യൽ സർവീസ് 327 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. 300 സ്റ്റോക്കിൻ്റെ വളരെ പ്രധാനപ്പെട്ട സൈക്കോളജിക്കൽ സപ്പോർട്ടാണ്. സ്റ്റോക്കിൻ്റെ സപ്പോർട്ട് പ്രൈസിൽ വാങ്ങണം എന്നുള്ളവർക്ക് 300നും 325നും ഇടയിലുള്ള റേഞ്ചിൽ സ്റ്റോക്കിനെ പരിഗണിക്കാവുന്നതാണ്. അതേസമയം ബ്രേക്കൗട്ട് ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്നവർ 350 എന്ന ലെവൽ മറികടന്നതിന് ശേഷം മാത്രം സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.